നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും UDFന്റെ വിജയമുറപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം. തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ 2 തവണ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളെ ഒഴിവാക്കും. അഡ്വക്കേറ്റ് സിറിയക് തോമസിനും AK മണിക്കും സീറ്റ് സാധ്യത മങ്ങുന്നു. പെരിഞ്ചാകുട്ടി ഭൂരഹിത ആദിവാസി കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പെരിഞ്ചാകുട്ടി സമരസമിതിയിൽപ്പെട്ട യോഗ്യരായ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള ആലിൻചുവട് വിദ്യാധിരാജ സ്കൂൾ വഴി റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സംസ്ഥാന പാതയിൽ നിന്ന് 1 കിലോമീറ്റർ കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്താൻ പറ്റുന്ന റോഡാണ് അവഗണനയിൽ കിടക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചതായി പരാതി. ബേക്കറിയിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും അടക്കമാണ് വ്യാപകമായി നിക്ഷേപിച്ചത്. ചക്കുവള്ളം പഞ്ചായത്തിലെ ചെല്ലാർകോവിൽ കുങ്കരിപ്പെട്ടി ഭാഗത്ത് സാമൂഹിക വിദഗ്ധർ മാലിന്യം തള്ളിയത്. വിശദമായ വാർത്തകളിലേക്ക്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും UDFന്റെ വിജയമുറപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം. ഇടുക്കി ജില്ലാ നേതാക്കൾ തിരുവനന്തപുരത്തെത്തി KPCC നേതൃത്വവുമായി വിശദമായ ചർച്ച നടത്തി. തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളെ ഒഴിവാക്കണം, പുതുമുഖങ്ങളെയും യുവാക്കളെയും പരിഗണിക്കണമെന്ന അഭിപ്രായത്തിന് മുൻതൂക്കമുണ്ടായി. സിറിയക്കിനും AK മണിക്കും സീറ്റ് സാധ്യത മങ്ങുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുത്താണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട്, ദേവികുളം എന്നീ 5 മണ്ഡലങ്ങളിലും വിജയമുറപ്പിക്കുവാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് KPCC എടുത്തിരിക്കുന്നത്. തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളെ ഒഴിവാക്കി പുതുമുഖങ്ങളെയും യുവാക്കളെയും പരിഗണിക്കണമെന്ന അഭിപ്രായത്തിന് യോഗത്തിൽ മുൻതൂക്കം ലഭിച്ചു. ഇതിന്റെ ഭാഗമായി മുൻകാല തുടർ പരാജയങ്ങൾ കാരണം AK മണിയും അഡ്വക്കേറ്റ് സിറിയക് തോമസും ഇത്തവണ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയില്ല. ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് മണ്ഡലങ്ങളിൽ യുവാക്കളെയും പുതുമുഖങ്ങളെയും പരിഗണിക്കുവാനുള്ള സാധ്യതകൾ ശക്തമാണ്. ഇടുക്കി നിയമസഭാ സീറ്റ് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണമെന്ന ആവശ്യവും ജില്ലാ നേതാക്കൾ ഒന്നടക്കം ഉന്നയിച്ചു. ഇതാ UDFലെ സീറ്റ് വിഭജന ചർച്ചകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള ചർച്ചകളെ സ്വാധീനിക്കുമെന്നാണ് സൂചന. ഇടുക്കി സീറ്റ് കോൺഗ്രസിന് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ആവശ്യം ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വിശദമായ വിവരങ്ങളുമായിട്ട് ഷിനു വളകോട് നമ്മോടൊപ്പം ചേരുകയാണ്. ഷിനു, ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളെല്ലാം ഇച്ചിരി കർക്കശമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും എത്രത്തോളം പരിശ്രമിച്ചിട്ടാണെങ്കിലും ഇടുക്കി ജില്ലയിലെ 5 സീറ്റുകളും കോൺഗ്രസിൻ്റെതാക്കുക, ഇല്ലെങ്കിൽ UDFൻ്റെതാക്കുക എന്ന വലിയൊരു ലക്ഷ്യം അവർക്കുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കോൺഗ്രസിന് ഇവിടെ ഇടുക്കിയിൽ ഒരിടത്തു നിന്നും ഒരു MLA ഇല്ല എന്നുള്ള ഒരു പോരായ്മ നിലനിൽക്കുന്നു. അത് നിർത്തിക്കൊണ്ട് തന്നെയാണോ ഈ ഇടുക്കി സീറ്റ് വീണ്ടും കോൺഗ്രസ് ഏറ്റെടുക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നത്? അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയും? കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? അങ്ങനെ ഉണ്ടായാൽ തന്നെ അവിടെ ആരൊക്കെ ആയിരിക്കും പരീക്ഷിക്കാൻ സാധ്യത കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്? ചിനു, കഴിഞ്ഞ 2 തവണത്തെ ഭരണനഷ്ടത്തിന് ശേഷം ഇക്കുറി കോൺഗ്രസ് പാർട്ടി അരയും തലയും മുറുക്കി മുമ്പോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതോടനുബന്ധിച്ച് തന്നെ സീറ്റ് നിർണയ ചർച്ചകളിലേക്ക് കോൺഗ്രസ് പാർട്ടി കടന്നിരിക്കുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന ഇടുക്കി ജില്ലയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പല നിർണായക തീരുമാനങ്ങളും എടുത്തതായിട്ടാണ് നമുക്ക് അറിയുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഏതാണ്ട് 2 തവണകളായി അല്ലെങ്കിൽ തുടർച്ചയായി മത്സരിച്ച് പരാജയപ്പെടുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം നൽകുക എന്ന സുപ്രധാന തീരുമാനമാണ് ഇന്നലെ കൈക്കൊണ്ടത്. ഈ ഒരു തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ പീരുമേട് 2 തവണ തുടർച്ചയായി മത്സരിച്ച് പരാജയപ്പെടുന്ന ശ്രീ സിറിയക് തോമസ്, ശ്രീ AK മണി എന്നിവരുടെ സാധ്യതകൾ മങ്ങുകയാണ്. ഇതോടൊപ്പം തന്നെ ഇടുക്കി സീറ്റ് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് റോഷി അഗസ്റ്റിനെതിരെ ഏറെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുന്ന ശ്രീ ജോയ് വെട്ടിക്കുഴി, കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഏറെ ജനകീയനായിരിക്കുന്ന ശ്രീ തോമസ് മൈക്കിള്, മുൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ പ്രസിഡന്റും D സെക്രട്ടറിയുമായ ശ്രീ ബിജോ മാണി, ഇതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിരിക്കുന്ന ശ്രീ ഫ്രാൻസ് അറക്കപ്പറമ്പിൽ എന്നിവരുടെ പേരുകളാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. സന്ദീപ്,
അത്തരത്തിലാണ്. എന്തായിരുന്നാലും ഇടുക്കി സീറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. ആ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. മുന്നണിയിൽ അത് വിശദമായി ചർച്ച ചെയ്യുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളായി യുവാക്കളെയും ഒപ്പം തന്നെ ജോയി വെട്ടിക്കുഴി അടക്കമുള്ള നേതാക്കന്മാരെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്കായിരിക്കാം സാധ്യത എന്നുകൂടി മനസ്സിലാക്കുന്നു. എന്തായിരുന്നാലും രാഷ്ട്രീയമായ ഒരു വിശകലനത്തിൽ നിന്നുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. പെരിഞ്ഞാംകുട്ടി ഭൂരഹിത ആദിവാസി കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസ് പടിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പെരിഞ്ഞാംകുട്ടി സമരസമിതിയിൽപ്പെട്ട യോഗ്യരായ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. ചെങ്ങറ ഭൂസമര നായകൻ എസ് രാജീവ് സമരം ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചാംകുട്ടി പ്ലാന്റേഷനിൽ കുടിൽ കെട്ടി അർഹരായ മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും ഒരേക്കർ വീതം ഭൂമി പതിച്ചു നൽകുമെന്ന് മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി ഉൾപ്പെടെ ആദിവാസികളുമായി നടത്തിയ ചർച്ചയിലെടുത്ത തീരുമാനം കഴിഞ്ഞ 8 വർഷമായി സർക്കാർ നടപ്പിലാക്കിയിട്ടില്ലെന്ന് ആരോപിച്ചാണ് ആദിവാസി ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ചെറുതോണി ടൗണിൽ നടന്ന യോഗത്തിന് ശേഷം മന്ത്രിയുടെ ഓഫീസ് പടിക്കൽ നടത്തിയ സമരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു. പലതവണ ജില്ലാ കളക്ടറെ ഇക്കാര്യത്തിനായി സമീപിച്ചെന്നും ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ലെന്നും സമരസമിതി രക്ഷാധികാരി ജോസ് ചാണ്ടി പറഞ്ഞു. ചീഫ് സെക്രട്ടറിയും ഗവർണറും ഒപ്പിട്ട പേപ്പർ ഈ കളക്ടറേറ്റിൽ വന്നിട്ട് 8 കൊല്ലം ഇതുവരെ അതിന് യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രശ്നം. ഈ പാവങ്ങൾക്ക് ഭൂമി കൊടുത്തേ പറ്റും. അവരും മനുഷ്യരാണെന്നുള്ളത് അംഗീകരിക്കണം. 144 കുടുംബങ്ങളെ കളക്ടറേറ്റിൽ വിളിച്ചു വരുത്തി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വേരിഫിക്കേഷൻ എഴുതി കൊടുക്കാൻ തയ്യാറായതാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് ചിലർ നുഴഞ്ഞു കയറി ചില സമ്മർദ്ദങ്ങൾ ചെലുത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ പാവങ്ങൾക്ക് ഈ ഭൂമി കൊടുക്കുന്ന കാര്യം ഇങ്ങനെ തെളിയിക്കുന്നത്. സമരസമിതി നേതാക്കളായ MP രാജശേഖരൻ, PN മോസസ്, NK കൃഷ്ണൻ, TJ പീറ്റർ, എലിസബത്ത് മാമൻ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള ആലിൻചുവട് വിദ്യാധിരാജ സ്കൂൾ വഴി യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സംസ്ഥാന പാതയിൽ നിന്ന് 1 കിലോമീറ്റർ കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ പറ്റുന്ന റോഡാണ് അവഗണനയിൽപ്പെട്ട് കിടക്കുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി ചെറുതോണി ഇടുക്കി റോഡിൽ ആലിൻചുവട്ടിൽ നിന്നും വിദ്യാധിരാജ സ്കൂൾ കോമ്പൗണ്ട് വഴിയുള്ള പഴയ റോഡ് പുനരുദ്ധരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. പ്രധാനപ്പെട്ട പദ്ധതിയോട് ബന്ധപ്പെട്ട അധികൃതർ അവഗണന കാണിക്കുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കട്ടപ്പന ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ചെറുതോണി ടൗണിലെ തിരക്കൊഴിവാക്കി നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുവാൻ ഈ വഴി ഏറെ സൗകര്യപ്രദമാണ്. ആലിൻചുവട്ടിൽ നിന്ന് വിദ്യാധിരാജ സ്കൂൾ കോമ്പൗണ്ടിലൂടെ പ്രവേശിച്ച ഏകദേശം 200 മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മെഡിക്കൽ കോളേജിലെത്താം. ഇടുക്കി അണക്കെട്ട് നിർമ്മാണ കാലത്ത് വൻമാൻ ട്രക്കുകൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന ഈ റോഡ് പരിപാലനമില്ലാതെ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. ചെറുതോണി പുഴയ്ക്ക് കുറുകെ മുമ്പുണ്ടായിരുന്ന പാലം വെള്ളപ്പൊക്കത്തിൽ തകർന്നതോടെ ഗതാഗതം പൂർണ്ണമായി നിലച്ചു. ഇടുക്കി അണക്കെട്ട് ഭാഗത്ത് പുതിയ പാലം നിർമ്മിച്ച് റോഡ് പുനർനിർമ്മിച്ചാൽ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ ഏകദേശം 3 കിലോമീറ്റർ ദൂരം ലാഭിക്കുവാൻ കഴിയും. കൂടാതെ ചെറുതോണി ടൗണിലെ ഗതാഗത കുരുക്കിനും പരിഹാരം കാണാൻ കഴിയും. നമുക്ക് ചെറുതോണി സിറ്റി കൂടി ഈ സ്ഥലത്ത് നിന്നും കട്ടപ്പനയിൽ നിന്നും വരുന്ന വാഹനങ്ങളെല്ലാം ചെറുതോണി സ്ഥലത്തൂടെ പോയാൽ 3 കിലോമീറ്റർ കൊണ്ട് വേണം ഇടുക്കി മെഡിക്കൽ കോളേജിലെത്താൻ. ആ ടൗണിലെ ഗതാഗത കുരുക്കും കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നും ഈ റോഡൊന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് നന്നാക്കി എടുത്താൽ, ഒരു പാലവും കൂടെ പണിതാൽ നമുക്ക് 1 കിലോമീറ്റർ കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്താൻ കഴിയും. അതുതന്നെയല്ല, നമുക്ക് നല്ലൊരു വ്യക്തമായ പ്ലാനും പദ്ധതിയോടുകൂടി നമുക്കിവിടെ ഈ വഴി ക്ലിയർ ചെയ്ത് ഒരു പാലവും കൂടെ നിർമ്മിച്ചാൽ, നല്ല ടൂറിസം പരമായിട്ടൊരു പാലവും കൂടെ നിർമ്മിച്ചാൽ ടൂറിസം പരമായിട്ട് നമ്മുടെ ഇവിടെ വന്നൊരു കുതിച്ചുചാട്ടവും നല്ല അതിമനോഹരമായ ജനങ്ങളും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളും വരും. നല്ലൊരു കർമ്മ പദ്ധതിയാക്കി മാറ്റാൻ നമുക്ക് കഴിയും. മുൻ MP ജോയിസ് ജോർജ് പദ്ധതിക്കായി ആശയം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയവർ വേണ്ട ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്ന വിമർശനവും ശക്തമാണ്. പാത യാഥാർത്ഥ്യമായാൽ ചെറുതോണിപ്പുഴയുടെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കുവാനായി വിനോദസഞ്ചാരികളും ഈ വഴി എത്താൻ കഴിയും. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ മെഡിക്കൽ കോളേജിന്റെ അടിയന്തര സേവനങ്ങൾക്കും പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിനും വലിയ പിന്തുണ ലഭിക്കുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പുകളും ഇച്ഛാശക്തി കാണിച്ച് പദ്ധതി ഉടൻ നടപ്പിലാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ ഇടുക്കി. കേരള തമിഴ്നാട് അതിർത്തിയിൽ ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചതായി പരാതി. ബേക്കറിയിൽ നിന്നുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും അടക്കമാണ് വ്യാപകമായി നിക്ഷേപിച്ചത്. നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും വിവരമറിഞ്ഞെത്തുന്നതിന് മുമ്പ് തന്നെ മാലിന്യ കൂമ്പാരത്തിന് തീയിടുകയും ചെയ്തു. ചക്കുവള്ളം പഞ്ചായത്തിലെ ചെല്ലാർകോവിൽ കുങ്കരപ്പെട്ടി ഭാഗത്താണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയത്. ചക്കുവള്ളം 8-ാം വാർഡിൽ ഉൾപ്പെട്ട ചെല്ലാർകോവിൽ കുരിങ്കൽപ്പെട്ടി ഭാഗത്ത്
ജനവാസ മേഖലയോട് ചേർന്ന് റോഡരികിൽ വൻതോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നു. ബേക്കറിയിൽ നിന്നുള്ള പഴകിയ ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഉൾപ്പെടെയാണ് വാഹനത്തിലെത്തിച്ച് വലിച്ചെറിഞ്ഞതായി കാണുന്നത്. പുലർച്ചെയോടെയാണ് മാലിന്യം തള്ളിയത്. സംഭവം നാട്ടുകാർ പഞ്ചായത്ത് മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മെമ്പർ സ്ഥലത്തെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പായി മാലിന്യ കൂമ്പാരത്തിന് ആരോ തീയിടുകയും ചെയ്തു. ഇതോടെ പ്ലാസ്റ്റിക് എത്തുന്ന രൂക്ഷഗന്ധവും പുകയും മേഖലയിലാകെ വ്യാപിച്ചു. കുറ്റക്കാരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ ജോർജ് ആവശ്യപ്പെട്ടു. ഇതിൻ്റെ ഫോട്ടോയെല്ലാം എടുത്ത് ഇതിവിടെ ഇനിയിപ്പോൾ ഇതിനെതിരെ കർശന നടപടി എടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി ഞാൻ പഞ്ചായത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആരോ വന്ന് ഇത് കത്തിക്കുകയും ഇവിടെ പുക കാരണം ഇവിടെ കുട്ടികളും പ്രായമായവരും ഒക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. അവരൊക്കെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ പുക കാരണം ഇപ്പോൾ ഈ ഏരിയയിലേക്ക് വരാൻ പറ്റുന്നില്ല. പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്ന് അതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തവർക്കെതിരെ, ഇത് കൊണ്ടുവന്ന് ഇട്ടവർക്കെതിരെയും കർശന നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നതായിരിക്കും. കുമളിയിലുള്ള ബേക്കറിയിൽ നിന്ന് എത്തിച്ച പഴകിയ സാധനങ്ങളും പ്ലാസ്റ്റിക്കുമാണ് ഇവിടെ നിക്ഷേപിച്ചതെന്നാണ് സൂചന. ഈ മേഖലയിൽ മാലിന്യ നിക്ഷേപം നിത്യസംഭവമാണ്. കൂടാതെ വൈകുന്നേരങ്ങളിൽ അപരിചിതരായ ആളുകൾ മേഖലയിൽ ധാരാളമായി എത്തുകയും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. മുഴുവൻ കടിച്ച് തിന്ന് ഈ കുരങ്ങന്മാർ ഇവിടെ വരാൻ തുടങ്ങിയത് ഇവിടെ വേസ്റ്റ് ഇട്ടതിന് ശേഷം. ഇവിടെ കൊച്ചു കുട്ടികളടക്കം സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. പകലൊക്കെ സമയങ്ങളിൽ പോകുമ്പോൾ ഇവിടെ തെരുവ് നായ്ക്കളുടെ വലിയൊരു ശല്യമുണ്ട്. ഇങ്ങനെയുള്ള ഈ ഫുഡ് വേസ്റ്റ് ഇവിടെ കൊണ്ടിട്ട് അങ്ങനെ ഒരു ശല്യം. പിന്നെ അത് മാത്രമല്ല, ഈ രാത്രി കാലങ്ങളിൽ മദ്യപിക്കുന്ന ആൾക്കാരും വേസ്റ്റ് ഇടാനുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ തുറസായിട്ട് ഇങ്ങനെ ഇവിടെ താമസമൊന്നും ഈ വഴിക്കില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടിടും. ഞങ്ങൾ കുറേ ആൾക്കാർ താഴെ അങ്ങോട്ടൊക്കെ മാറിയാണ് താമസിക്കുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് കുറേ നാളുകളായിട്ട് ഞങ്ങളിത് അനുഭവിക്കുന്ന കാര്യമാണ്. ഭക്ഷണാവശിഷ്ടങ്ങളടക്കം സ്ഥിരമായി ഇവിടെ നിക്ഷേപിക്കുന്നതിനാൽ കുരങ്ങടക്കമുള്ള വന്യജീവികളുടെയും തെരുവുനായ്ക്കളുടെയും ശല്യം മേഖലയിൽ രൂക്ഷമാണ്. ഇവിടെ മാലിന്യ നിക്ഷേപവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് നാട്ടുകാർ പലതവണ പഞ്ചായത്തിൽ പരാതി അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ക്യാമറ സ്ഥാപിക്കാമെന്ന് പറഞ്ഞതല്ലാതെ മറ്റൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ മേഖലയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവുകയും പോലീസിന്റെ നിരീക്ഷണ ഭാഗത്ത് ശക്തമാക്കുകയും ചെയ്യണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ, കുമളി. അറിവും ആനന്ദവും പകർന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ജില്ലാതല മത്സരം വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തിലൂടെ അറിവുത്സവവുമായി മാറി. കുട്ടിക്കാനം മരിയൻ കോളേജിൽ നടന്ന മത്സരത്തിൽ സ്കൂൾ വിഭാഗത്തിൽ അട്ടപ്പള്ളം സെന്റ് തോമസ് EMHSും കോളേജ് വിഭാഗത്തിൽ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. പ്രാഥമിക തലത്തിൽ സ്കൂൾ വിഭാഗത്തിൽ 15 ടീമുകളിലായി 30 പേരാണ് മത്സരിച്ചത്. കോളേജ് വിഭാഗത്തിൽ 37 ടീമുകളിലായി 74 പേരും മത്സരിച്ചു. ഇവരിൽ നിന്ന് കൂടുതൽ പോയിന്റ് നേടിയ 6 ടീമുകൾ വീതമാണ് ഇരുവിഭാഗങ്ങളിലും ഫൈനലിൽ മാറ്റുരച്ചത്. അട്ടപ്പള്ളം സെന്റ് തോമസ് EMHSും കോളേജ് വിഭാഗത്തിൽ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജും ഒന്നാം സമ്മാനം കരസ്ഥമാക്കി. സ്കൂൾ തല മത്സരങ്ങളിൽ അട്ടപ്പള്ളം സെന്റ് തോമസ് MEHSലെ മഹാലക്ഷ്മി ജി ഹിബ ഷക്കീറ എന്നിവർ ഉൾപ്പെട്ട ടീമാണ് ജേതാക്കളായത്. രണ്ടാം സമ്മാനം ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സർക്കാർ ഹൈസ്കൂളിലെ സന ഫാത്തിമ ജലീലും അമൃത ബിജുവും ഉൾപ്പെട്ട ടീം കരസ്ഥമാക്കി. മൂന്നാം സമ്മാനം മുരിക്കടി വിശ്വനാഥപുരം MAI ഹൈസ്കൂളിലെ അദ്വൈത് ബി, അഫിനഫ് PS എന്നിവർ ഉൾപ്പെട്ട ടീമും നേടി. കോളേജ് വിഭാഗത്തിൽ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിലെ ആകാശ് പി സജി, ജീവൻ ബിജു എന്നിവരടങ്ങിയ ടീം ജേതാക്കളായി. പുറപ്പുറ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ അഫിനഫ് KN, ഹരീഷ്ണൻ KR എന്നിവരടങ്ങിയ ടീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. നെടുങ്കണ്ടം MES കോളേജിലെ ശ്രീഷ MS, നന്ദു KS എന്നിവരടങ്ങിയ ടീം മൂന്നാം സമ്മാനവും നേടി. മത്സരാർത്ഥികളെ കുഴക്കിയ ചോദ്യങ്ങൾ വേദിവിട്ട് കാണികളിലേക്കും എത്തി. ഉത്തരം പറഞ്ഞ കാണികൾക്കും സമ്മാനം എത്തിയതോടെ കാണികളും ആവേശത്തിലായി. ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നീ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് സംഘടിപ്പിച്ചത്. ഡോക്ടർ GK ആഗ്നേയസ് ക്വിസ് മാസ്റ്റർ ആയിരുന്നു. ജില്ലാതല ഫൈനൽ മത്സരം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിൽ വിജയികളായ എല്ലാവർക്കും സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിജയികൾക്കും ആദ്യമായി അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ പബ്ലിക് റിലേഷൻസ് വകുപ്പും മത്സര വിജയികൾക്ക് ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കോട്ടയം മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ KR പ്രമോദ് കുമാർ, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലും CM ക്വിസ് ജില്ലാ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബൈജു ശശിധരൻ, കുട്ടിക്കാനം മരിയൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിമോൻ ജോർജ, PM ക്വിസ് ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സിജു PT,
പീരുമേട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം രമേശ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ സുനിൽകുമാർ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അരുൺ എം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കുമളി. തന്റെ മാതാവിന്റെ 45ാം ഓർമ്മ ദിനത്തിൽ വയോധികർക്ക് ആദരവ് നൽകി വ്യത്യസ്തനായ ഒരു മാതൃക പകർന്നു നൽകിയിരിക്കുകയാണ് ചക്കുവള്ളം സ്വദേശി മാനുവൽ മാടപ്പള്ളിമറ്റം എന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ. പ്രിയ മാതാവ് അന്നമ്മ ഇമ്മാലുവിന്റെ ഓർമ്മ ദിനത്തിൽ 40ഓളം വയോജനങ്ങൾക്കാണ് ആദരവും സ്നേഹ സമ്മാനങ്ങളുമായി കമ്പിളി പുതപ്പുകളും ഇദ്ദേഹവും കുടുംബാംഗങ്ങളും ചേർന്ന് സമ്മാനിച്ചത്. പോലീസ് സേനയിൽ നിന്നും വിരമിച്ച ശേഷം പൊതുപ്രവർത്തന രംഗത്തും ടൂറിസം മേഖലയിലും സജീവമായ മാനുവൽ മാടപ്പള്ളിമറ്റം തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ 45ാം ഓർമ്മ ദിനത്തിൽ ഒരു പറ്റം മാതാപിതാക്കളെ ചേർത്തു പിടിച്ചാണ് സമൂഹത്തിനാകെ മാതൃകയായത്. മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ചെറുപ്പം മുതൽ പ്രവർത്തനത്തിലൂടെ ശീലിപ്പിച്ച പ്രിയപ്പെട്ട മാതാവിന്റെ സ്മരണയിൽ 35ഓളം വയോജനങ്ങളെയാണ് പൊന്നാടയണിയിച്ച് ആദരവ് നൽകിയത്. സമകാലീനരായ മാതാപിതാക്കൾക്ക് ആദരവ് നൽകുന്നതിലൂടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നതായി മാനുവൽ മാടപ്പള്ളിമറ്റം പറഞ്ഞു. ഞാനിവിടെ ചെയ്യുക എൻ്റെ അമ്മച്ചിയുടെ ഒരു സഹായ മനസ്ഥിതി ഓർത്തുകൊണ്ടാണ്. അമ്മച്ചിയുടെ പ്രായക്കാരെയെല്ലാം അമ്മച്ചിക്ക് വളരെ ഇഷ്ടമായി. അന്നത്തെ കാലത്ത് ഈ റോഡോ വഴിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ബസ് കിട്ടാതെ ബസ്സും ഇല്ല. അങ്ങനെ ഈ 1-ാം മൈലിൽ നിന്നും 8-ാം മൈലിൽ നിന്നും ഈ കുറുക്കു വഴിയെ നടന്നു പോകുന്നവർക്ക് അമ്മച്ചി മോരും വെള്ളം കൊടുക്കുന്നത് ഞാൻ ഓർക്കുകയാണ്. അണക്കര അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ അംഗങ്ങളായ വയോജനങ്ങൾക്കാണ് പൊന്നാടയണിയിച്ച് ആദരവ് നൽകിയത്. ഇതോടൊപ്പം ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന മുഴുവൻ ആളുകൾക്കും സ്നേഹ സമ്മാനമായി കമ്പിളിപ്പുതപ്പുകൾ സമ്മാനിച്ചു. അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്ലാക്കൽ, കുമളി YMCA പ്രസിഡന്റ് സാംകുട്ടി മാക്കൽ, CS പ്രസാദ് എന്നിവർക്കും ചടങ്ങിൽ ആദരവ് നൽകി. മാനുവൽ മാടപ്പള്ളിമറ്റം പിതാവ് ഇമ്മാനുവൽ, ഭാര്യ ശോഭ, മകൾ ഡോക്ടർ മീമ എന്നിവർക്ക് അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മയും ആദരവ് നൽകി. ചടങ്ങിന് ശേഷം ലഘുഭക്ഷണവും കഴിച്ചാണ് വയോജനങ്ങളെ കുടുംബാംഗങ്ങൾ യാത്രയാക്കിയത്. സിറ്റി വിഷൻ, കുമളി. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസിന് മികച്ച അവസരം, ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം, ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ്
കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിന്റെ പദ്ധതി രൂപീകരണ ഗ്രാമസഭാ യോഗം ബസ് സ്റ്റാൻഡ് ഹാളിൽ നടത്തി. 2026-27 വർഷത്തെ വിവിധ പദ്ധതികളെ പറ്റിയുള്ള വിപുലമായ ചർച്ചകളും നിർദ്ദേശങ്ങളും, ടൗണിലെ ഗതാഗത കുരുക്ക്, തെരുവുനായ ശല്യം, വെള്ളക്കെട്ട്, ബൈപ്പാസ് റോഡുകളുടെ നവീകരണം, പൊതു ശൗചാലയ നിർമ്മാണം, ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയെപ്പറ്റിയും ചർച്ച ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. സുജിത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിബിൻ സി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി സ്വാഗതവും സീനിയർ ക്ലർക്ക് നിഷ മേരി ജോർജ് നന്ദിയും രേഖപ്പെടുത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ മിനി ബേബി, സന്ധ്യ ബൈജു, പഞ്ചായത്ത് അംഗങ്ങളായ സാജു പഴപ്ലാക്കൽ, ശ്രീജ സനിൽ, ബിന്ദു ജീവൻകുമാർ, CDS ചെയർപേഴ്സൺ KP വത്സ, CDS മെമ്പർ ജാൻസി ഫ്രാൻസിസ്, ആശാ വർക്കർ ലിസ ജോയി, ഹരിതകർമ്മസേന അംഗങ്ങളായ സാലി മനു, സുജിമോൾ എന്നിവർ പ്രസംഗിച്ചു. പദ്ധതി രൂപീകരണം ഒരുപക്ഷെ ഗ്രാമസഭയുടെ കാര്യം പറയുമ്പോൾ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗ്രാമസഭയാണെങ്കിൽ അവിടേക്ക് കുറേയധികം ആളുകൾ ഓടിയെത്തും. അതാണ് സാധാരണ ഒരു പതിവ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് ആവശ്യമായ ഈ വാർഡിന്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ വാർഡിലെ നല്ലൊരു പങ്കും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വന്നു ചേർന്നിരിക്കുന്ന ആളുകളെ അനുമോദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. പദ്ധതി രൂപീകരണം എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി അതിനുശേഷം ആസൂത്രണ സമിതി ചർച്ച ചെയ്ത് ഒരു കരട് പദ്ധതി ഉണ്ടാക്കി അത് വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് വിട്ട് വർക്കിംഗ് ഗ്രൂപ്പ് കഴിഞ്ഞ് ഗ്രാമസഭകൾ 14 എണ്ണവും കൂടിയതിനു ശേഷം വികസന സെമിനാർ നടത്തി അതിനുശേഷം പഞ്ചായത്ത് കമ്മിറ്റി ഔദ്യോഗികമായി കൂടിയാണ് ഒരു വർഷത്തെ പദ്ധതി രൂപീകരിക്കുന്നത്. അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഈ മാസം 7 മുതൽ 16 വരെ നടക്കും. 7-ന് വൈകിട്ട് 7:10-നും 8:20-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടി ഉയരും. ഉത്സവത്തിന്റെ 10-ാം ദിനമായ ഫെബ്രുവരി 16-ന് ക്ഷേത്രത്തിൽ ശിവരാത്രി ബലി നടക്കും. ഈ മാസം 7 മുതൽ 16 വരെയാണ് അടിമാലി ശാന്തിഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ പതിവ് പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും. ഉത്സവത്തിന്റെ 2-ാം ദിനം രാവിലെ നവകം, പഞ്ചഗവ്യം, അഭിഷേകം എന്നിവയ്ക്ക് ശേഷം ഉത്സവ ബലി ദർശനം നടക്കും. വൈകിട്ട് ദീപാരാധനയോടെ ഭഗവതി സേവയും ലളിത സഹസ്രനാമാർച്ചനയും നടക്കുന്നുണ്ട്. 3-ാം ദിനം രാവിലെ കൂട്ട മൃത്യുഞ്ജയ ഹോമം നടത്തും. 6-ാം ദിനം വൈകിട്ട് 5-ന് അഭിഷേക കാവടി നടക്കുന്നു. 7-ാം ദിനം രാവിലെ മഹാവിദ്യാരാഞ്ജലി പൂജയും വൈകിട്ട് താലപ്പൊലി ഘോഷയാത്രയും തുടർന്ന് ദീപാരാധനയും നടക്കും. 8-ാം ദിവസം പള്ളിവേട്ട മഹോത്സവം നടക്കും. വൈകിട്ട് ദീപാരാധന, പുഷ്പാഭിഷേക സേവ എന്നിവയ്ക്ക് ശേഷം രാത്രി 9:30-നാണ് പള്ളിവേട്ട പുറപ്പാട്. 9-ാം ദിവസം മഹാശിവരാത്രി ആറാട്ട് മഹോത്സവവും 10-ാം ദിവസം പിതൃപൂജകളും പിതൃതർപ്പണവും നടക്കും. ഉത്സവ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാതായി വരുന്നെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. മകരമാസം 24-ാം തീയതി, ഫെബ്രുവരി 7-ാം തീയതി വൈകിട്ട് 7:10-നും 8:20-നും ഇടയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടക്കുകയാണ്. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും മഹാ അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. ഉത്സവത്തിന്റെ വിവിധ ദിവസങ്ങളിൽ ഗാനമേളയടക്കം വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുള്ളതായി ശാഖാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൈജു രവീന്ദ്രനാഥ്, സെക്രട്ടറി ബാബു കൃഷ്ണൻകുട്ടി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ രേഖ ബാബു, പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ തുടങ്ങിയവർ അറിയിച്ചു. സിറ്റി വിഷൻ, അടിമാലി. 71ാമത് വാർഷിക പെരുന്നാളിന് കൊടിയേറി. രാജകുമാരി ഗലീലാക്കുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 71ാമത് വാർഷിക പെരുന്നാളിനും പാത്രിക്കേയസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിനും തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന പെരുന്നാൾ മഹാമഹം 6-ാം തീയതി വെള്ളിയാഴ്ച സമാപിക്കും. രാജകുമാരി ഗലീലാക്കുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 71ാമത് വാർഷിക പെരുന്നാളിനും മോർ യൂഹനാൻ മാംദോനയുടെയും മോർ ഇഗ്നാത്തിയോസ് ഏലിയോസ് തൃതീയൻ പാത്രക്രീസ് ബാവയുടെയും ഓർമ്മ പെരുന്നാളിനും തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന പെരുന്നാൾ മഹാമഹത്തിന് ഇടവക വികാരി ഫാദർ ബേസിൽ കെ ഫിലിപ്പ കോറ്റിക്കൽ കൊടിയേറ്റി. പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരം, സുവിശേഷ പ്രസംഗം, നേർച്ച സദ്യ എന്നിവ നടക്കും. പ്രധാന ദിനമായ 6-ാം തീയതി ഐസക് മോർ ഒസ്താത്തിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഞ്ചിൽമേൽ കുർബാനയും മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ പാത്രക്കീസ് ബാവയുടെ തിരുശേഷിപ്പ് വണക്കവും പ്രദക്ഷിണവും സ്ലീവ എഴുന്നള്ളിപ്പും നടക്കും. പെരുന്നാൾ മഹാമഹത്തിലേക്ക് ജാതിമത ഭേദമന്യേ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. 71ാമത്തെ വാർഷിക പെരുന്നാൾ 4, 5, 6 തീയതികളിൽ നടത്തപ്പെടുകയാണ്. ഈ ഫെബ്രുവരി മാസത്തിൽ നടത്തപ്പെടുന്നതായ ഈ പെരുന്നാളിൽ
സ്നാപക യോഹന്നാൻ്റെ ഓർമ്മ നമ്മൾ നിർവഹിക്കുമ്പോൾ ഈ ദേശത്തിൻ്റെ അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനും വാഴ്വിനുമായി തീരുകയാണ്. ജാതിയെന്നോ മതമെന്നോ വർണ്ണമെന്നോ വർഗമെന്നോ വ്യത്യാസമില്ലാതെ പരിശുദ്ധനായ മോർ ഇഗ്നാത്യോസ് ഏലിയാസ്തിയൻ ബാവായുടെ തിരുശേഷിപ്പിനാൽ അനുഗ്രഹീതമായ ഈ കുന്നിൻ മുകളിൽ കടന്നു വന്ന് അഭയയാചന നടത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് പിരിയുന്ന ഒത്തിരി മക്കളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വിശുദ്ധൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുമ്പോൾ എല്ലാ കുടുംബത്തിനും അനുഗ്രഹവും ഐശ്വര്യവും ഒരു നല്ല വിളക്കുമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ഇടവക വികാരി ഫാദർ ബേസിൽ കെ ഫിലിപ്പ കൊറ്റിക്കൽ, സഹവികാരി എബിൻ വർഗീസ് കാരിയലിൽ, ട്രസ്റ്റിമാരായ ജോർജ് CP ചവറ്റുകുഴിയിൽ, ബിജു ഐസക് അമ്പടച്ചാലിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. സിറ്റി വിഷൻ രാജകുമാരി. അടിമാലി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ സെബസ്ത്യാനുസിന്റെയും തിരുനാളിന് ഈ മാസം 6-ന് തുടക്കം കുറിക്കും. 6, 7, 8 തീയതികളിലാണ് തിരുനാൾ നടക്കുന്നത്. തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി പള്ളി വികാരി ഫാദർ മാർക്കോസ് ചിറ്റേമാരിയിൽ പറഞ്ഞു. 6, 7, 8 തീയതികളിലാണ് അടിമാലി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് തിരുനാളിന് കൊടി ഉയരും. ലതീഞ്ഞ, തിരുസ്വരൂപ പ്രതിഷ്ഠ, നൊവേന എന്നിവയ്ക്ക് ശേഷം ആഘോഷമായ വിശുദ്ധ കുർബാനയും പ്രസംഗവും നടക്കും. ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി നേതൃത്വം നൽകും. തിരുനാളിന്റെ 2-ാം ദിനം ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ തോമസ് പുത്തൂർ നേതൃത്വം നൽകും. ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ചാറ്റുപാറ കുരിശടിയിലേക്ക് പ്രദക്ഷിണം നടക്കും. പിന്നീട് പള്ളിയിൽ ദിവ്യകാരുണ്യ ആശീർവാദം നടക്കും. തിരുനാളിന്റെ അവസാന ദിവസം ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനീത് മേക്കൽ നേതൃത്വം നൽകും. ഫാദർ ആന്റണി പുത്തൻകുളം തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് മച്ചിപ്ലാവ് കുരിശടിയിലേക്ക് പ്രദക്ഷിണവും പള്ളിയിൽ ദിവ്യകാരുണ്യ ആശീർവാദവും ഊട്ടുനേർച്ചയും നടക്കും. തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി പള്ളി വികാരി ഫാദർ മാർക്കോസ് ചിറ്റമാരിയിൽ പറഞ്ഞു. വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ, അതായത് ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ വാർഷിക തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ പ്രത്യേകത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിൻ്റെ 800-ാം വർഷത്തോടനുബന്ധിച്ച് ലയോ മാർപ്പാപ്പ ഈ ദേവാലയം ഉൾപ്പെടെയുള്ള വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള എല്ലാ ദേവാലയങ്ങളെയും തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെയാണ് തീർത്ഥാടന കേന്ദ്രമായി ഈ ദേവാലയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. തിരുനാളിന്റെ 1-ാം ദിനം വൈകിട്ട് 6-ന് വാഹന വെഞ്ചരിപ്പും 2-ാം ദിനം വാദ്യമേളങ്ങൾ, ആകാശവിസ്മയം എന്നിവയും 3-ാം ദിനം വൈകിട്ട് 7-ന് ഗാനമേളയും നടക്കും. കൈക്കാരന്മാരായ റോയി മാണിക്കത്താൻ, ഷൈജു ഇടക്കുടിയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. സിറ്റി വിഷൻ അടിമാലി. സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടിയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരി 8-ാം തീയതി രാവിലെ 9:30 മുതൽ 3 മണി വരെ കുമളി സഖ്യജ്യോതി കോളേജിൽ നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുമളിയും പരിസര പ്രദേശങ്ങളും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി റീജിയനും കുമളിയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ സഖ്യജ്യോതി ആർട്സ് ആൻഡ് സയൻസ് ചികിത്സാ രംഗത്ത് പ്രശസ്തിയാർജിച്ച KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോളേജും കൊച്ചുകുടിയിൽ ഇലക്ട്രിക് ഷോപ്പ് കുമളിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് 2026 ഫെബ്രുവരി 8-ാം തീയതി രാവിലെ 9 മണി മുതൽ 3 മണി വരെ കുമളി സഖ്യജ്യോതി കോളേജിൽ നടത്തപ്പെടും. ക്യാമ്പിന്റെ ഉദ്ഘാടനം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് നിർവഹിക്കും. അന്ന് രാവിലെ 9:30 തന്നെ നമ്മളുടെ യോഗ നടപടികൾ ആരംഭിക്കുന്നതും യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് സീനിയർ ചേംബറിൻ്റെ ലീജിയൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ ഒ ചെറിയാൻ അവർ അധ്യക്ഷത വഹിക്കുന്നതും ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായി തിരഞ്ഞെടുത്ത BN ഷാജി സ്വാഗതം ആശംസിക്കുന്ന ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MM വർഗീസ് അവർ യോഗം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഹൃദയം, കണ്ണ്, നാഡി, അസ്ഥി, ഉദരം, മൂത്രാശയ സംബന്ധമായ മറ്റ് പൊതുവായതുമായ 10-ലധികം വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരാണ് പരിശോധനയും രോഗനിർണയവും നടത്തുന്നത്. കേരളത്തിലെ പ്രമുഖ ആശുപത്രികളിലൊന്നായ ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ വിവിധ വിഭാഗങ്ങളിലായി ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ, സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിൻ V അശോക്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആൻസി ജെയിംസ്, ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് ഉമ്മൻ, ഡോക്ടർ ചാക്കോച്ചൻ ജെ ഞാവള്ളിയിൽ,
അജിമോൻ കെ വർഗീസ്, TS ലാലു, അഡ്വക്കേറ്റ് ജയൻ ജോസഫ്, ലതാ മുകുന്ദൻ, MS നൌഷാദ്, VN ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകുമെന്ന് കുമളിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ കുമളി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,715 രൂപ, പവന് 1,17,720 രൂപ, വെള്ളി ഗ്രാമിന് 320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും UDFന്റെ വിജയമുറപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം. തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ 2 തവണ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളെ ഒഴിവാക്കും. അഡ്വക്കേറ്റ് സിറിയക് തോമസിനും AK മണിക്കും സീറ്റ് സാധ്യത മങ്ങുന്നു. പെരിഞ്ചാക്കുട്ടി ഭൂരഹിത ആദിവാസി കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പെരിഞ്ചാക്കുട്ടി സമരസമിതിയിൽപ്പെട്ട യോഗ്യരായ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള ആലിൻചുവട് വിദ്യാധിരാജ സ്കൂൾ വഴി റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സംസ്ഥാന പാതയിൽ നിന്ന് 1 കിലോമീറ്റർ കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്താൻ പറ്റുന്ന റോഡാണ് അവഗണനയിൽ കിടക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചതായി പരാതി. ബേക്കറിയിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും അടക്കമാണ് വ്യാപകമായി നിക്ഷേപിച്ചത്. ചക്കുവള്ളം പഞ്ചായത്തിലെ ചെല്ലാർകോവിൽ കുങ്കരിപ്പെട്ടി ഭാഗത്ത് സാമൂഹിക വിരുദ്ധർ മാലിന്യം തള്ളിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.